കൂടി ഇട്ട് കൂട്ടിക്കുഴയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊരു അടുത്ത സദസ്സിലേക്ക് നമുക്കത് മാറ്റി വെക്കാം. അതുകൊണ്ട് മുൻകൂറായിട്ട് ഞാൻ ജാമ്യം എടുക്കുകയാണ്. അത് നമ്മൾ നോട്ടീസ് അടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ക്ലാസ് ഹജ്ജിന്റെ നടത്തി കളയാം ഈ പ്രാവശ്യമാണ്. അപ്പോൾ അല്ലെങ്കിൽ ആ നോട്ടീസിൽ തന്നെ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ മാത്രമല്ല ഇത് ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജിന് പോകാത്തവർക്കും കൂടി ഗുണപാഠമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ഹാജിമാർക്ക് മാത്രമല്ല. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ പറയുന്ന ഹാജിമാർക്ക് മാത്രമാണല്ലോ എന്ന് കരുതണ്ട. എല്ലാ മുഅ്മിനീങ്ങൾക്കും, എല്ലാ മുസ്ലിം സഹോദരി സഹോദരന്മാരും അംഗീകരിക്കേണ്ട വിഷയമാണ് ഈ പറയുന്നത്. അത് നിങ്ങൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. ഹജ്ജിന്റെ ക്ലാസ്, ഹജ്ജിന്റെ പഠനം, ഹജ്ജ് പഠന ക്ലാസ് എന്ന് പറയുന്നത് വലിയ വിഷയമേ അല്ല. ഹജ്ജ് എന്ന് പറയുന്നത് 5 ദിവസം കൊണ്ട് ചെറിയ തോതിൽ ചെയ്തു തീർക്കാവുന്ന ഒരു കർമ്മമാണ്. 5 or 6 ദിവസം കൊണ്ട് ചെറിയ തോതിൽ ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമാണ് ഹജ്ജ്. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ പുസ്തകങ്ങളൊക്കെ എടുത്ത് പിടിച്ച് ഇങ്ങനെ കാണാതെ പഠിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. ആളുകളെ പേടിപ്പിക്കുകയാണ്. ഹജ്ജ് ഹജ്ജ് അത് കാണാൻ പഠിക്കണം, ഇത് പഠിക്കണം, അത് പഠിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹജ്ജ് 2 ലക്ഷം റുപ്യ എല്ലാം പോയി വസാദായി എന്ന് നമ്മൾ ആകെ ടെൻഷനിലാകേണ്ട കാര്യമില്ല. ഹജ്ജ് എന്ന് പറയുന്നത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു കർമ്മമാണ് ഹജ്ജ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്തുകളിൽ വെച്ച് പടച്ചവന് ഏറ്റവും ശ്രേഷ്ഠവും ഇഷ്ടപ്പെട്ടതുമായ ഒരു അമലാണ് ഹജ്ജ്. അപ്പൊ ആ ഹജ്ജിന്റെ കർമ്മം ചെയ്യൽ വളരെ എളുപ്പമാണ്, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഹജ്ജിന്റെ കർമ്മം നമുക്ക് ഇന്ന് എങ്ങനെ ചെയ്യണം, നാളെ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് കാര്യ ഗൗരവത്തോടുകൂടി വിനീതൻ പറഞ്ഞു തരാം. അത് നമുക്ക് സമയമുണ്ട്. നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് ചെയ്ത് ഹാജിമാർക്ക് താമസിക്കാൻ സൗകര്യവും, ഹജ്ജിന് മുമ്പ് 25 ദിവസത്തോളം മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കയിൽ നമ്മൾ 25 ദിവസം താമസിക്കും ഇൻഷാ അല്ലാഹ്. ആ 25 ദിവസത്തിലും മദീനയിലുള്ള യാത്രയിലും മദീനയിൽ താമസിക്കുന്ന 8 ദിവസങ്ങളിലും നമുക്ക് ഹജ്ജ് എന്താണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ എളുപ്പം നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തന്നാല് നമുക്കൊന്നും മനസ്സിലാവൂല. അപ്പൊ ഓരോ ദിവസം 25 ദിവസങ്ങളിൽ നമുക്ക് റൂമിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സ്വസ്ഥമായി നമുക്ക് പഠിപ്പിച്ചു തരാൻ കഴിയും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജിന്റെ കർമ്മത്തെക്കാളും ചെയ്യേണ്ട വലിയൊരു കാര്യമാണ്. ഹജ്ജ് കബൂലാകണമെങ്കിൽ, ഹജ്ജ് ശരിയാകണമെങ്കിൽ, നാം ഉദ്ദേശിക്കുന്ന യാത്ര അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാകണമെങ്കിൽ നാം ചെയ്യേണ്ട കുറെ കർമ്മങ്ങളും കർത്തവ്യങ്ങളും ഉണ്ട്. അത് ചെയ്ത് ഹറമിൽ പോയി ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കൂല. ഹജ്ജിന് പോകുന്നതിന് 1 ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ ഒരാഴ്ചക്ക് മുമ്പോ ചെയ്യാമെന്ന് കരുതിയാൽ നടക്കൂല. ഇന്ന് മുതൽ നാം അതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തണം. അതിനാണ് നമ്മളിപ്പോ വിളിപ്പിച്ചു കൂട്ടിയത്. എങ്കിൽ മാത്രമേ യാത്ര ശരിയാകൂ. ഹജ്ജ് നമസ്കരിക്കൽ എളുപ്പമാണ്. നമസ്കരിക്കുന്നതിനെ കുറിച്ച് ളുഹർ നമസ്കാരം, അസ്ർ നമസ്കാരം, ഇശാ നമസ്കാരം, മഗ്രിബ് നമസ്കാരം വന്ന് നമസ്കരിക്കാന്ന് പറഞ്ഞാൽ ഇമാമിന്റെ പിറകെ വന്ന് കൈകെട്ടി നിന്നാൽ മതി, പ്രശ്നമില്ല. പക്ഷെ ഹജ്ജ് എന്ന് പറയുമ്പോൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പ്, നമസ്കാരത്തിന് മുമ്പ് ഒളുവെടുക്കുന്നത് എങ്ങനെ, അതൊരു ബുദ്ധിമുട്ട് പോലെ. മൂത്രമൊഴിക്കുക, ബാത്റൂമിൽ പോവുക, അതിൽ നിന്നെല്ലാം ശുദ്ധിയായി വരിക, ഇതൊക്കെ ഒരു ത്യാഗം എന്നതുപോലെ അത് ശരിയാകാത്തിടത്തോളം കാലം, ഒളുവ് ശരിയാകാത്തിടത്തോളം കാലം, ശുദ്ധിയാകാത്തിടത്തോളം കാലം നമസ്കാരം സാധുവാവുകയില്ല. എങ്കിൽ ഹജ്ജിന് മുന്നൊരുക്കം ശരിയായില്ല എങ്കിൽ ഹജ്ജ് ശരിയാവുകയില്ല. നിസ്കാരം എളുപ്പമല്ലേ? ഇമാമിന്റെ പറമ്പ് അല്ലാഹു അക്ബർ എന്ന് കൈയ്യട്ടി ചുമ്മാ നിന്നാ മതി. ഹജ്ജിന് അത് തന്നെ. കല്ലെറിയാൻ പോകുന്ന സമയത്ത് കുറെ കല്ലെടുത്തോണ്ട് എറിഞ്ഞാൽ മതി, ശൈത്താനിന്റെ തലക്കിട്ട് 5-6 അതങ്ങനെ കൊടുക്കുക, എളുപ്പമാ. മിനായി പോയി താമസിക്കുക, ചുമ്മാ ഉറങ്ങാം, ദിക്റും ചെയ്ത് ഭാഗത്ത് ഉറങ്ങാം. അതിന് പഠിക്കണം പ്രത്യേകിച്ച്. അതിപ്പോ എന്താ പുസ്തകം കാണാൻ പഠിക്കണം. അറഫായിൽ പോയിട്ട് കുറെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു വൽ ഹംദു അലാ കുല്ലി ഷൈഇൻ ഖദീർ, തൽബിയത്തുൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് പറഞ്ഞുകൊണ്ട് അറഫായിൽ പോയി താമസിച്ച് അവിടെ നമസ്കരിച്ച് അവിടെ ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് പുസ്തകം വല്ലതും കാണാൻ പഠിക്കണം. അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പിന്നെ അവിടുന്ന് നടന്ന് മുസ്ദലിഫയിൽ പോയി താമസിക്കുക, രാപ്പാർക്കുക, അതിൽ പ്രത്യേകിച്ച് വല്ലതും പഠിക്കണോ? ഒന്നുമില്ല. ഇത് ആരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കളഞ്ഞു. ഹജ്ജ് എന്ന് പറയുന്നത് വലിയൊരു സാധനമാണ്, അത് നിങ്ങൾ ഇത്ര പുസ്തകം എടുത്ത് കാണാതെ പഠിച്ചു വെച്ച് അതുകൊണ്ട് ഇങ്ങനെ കാണാൻ പഠിച്ച് നിങ്ങൾ പോയി പ്രസംഗിച്ചില്ല, അങ്ങ് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ഹജ്ജൊന്നും അള്ളാഹു സ്വീകരിക്കില്ല. ആരോ പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് മലയാളം മനസ്സിലാവൂല, അതുകൊണ്ട് നിങ്ങൾ അറബിയിൽ പഠിച്ചോളി.
ബഹുമാനമുള്ള സഹോദരങ്ങളെ, തവാഫ് ചെയ്യുമ്പോൾ ഈ പുസ്തകം എടുത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ ആളുകളുടെ കോൺസെൻട്രേഷൻ എങ്ങോട്ടായിരിക്കും? അള്ളാഹുവിലേക്കല്ല, കഅബയിലേക്കല്ല, ഈ പുസ്തകത്തിലേക്കാണ്. അങ്ങനെ ചെയ്താൽ മതിയോ ഹജ്ജ്? അതുകൊണ്ട് ഇപ്പൊ 10, 50, 60 വയസ്സായ ഉപ്പുപ്പമാരും ഉമ്മുമ്മമാരുമാണ് ഹജ്ജിന് വേണ്ടി വരുന്നത്. ഈ 50, 60 വയസ്സ് ഉമ്മുമ്മമാരെടുത്ത് ഒരു വലിയൊരു തൗറാത്ത് എടുത്ത് കൊടുത്തിട്ട് ഇത് കാണാൻ പഠിക്കണം എന്ന് പറയാൻ നടക്കുന്ന കാര്യമാണോ ഇപ്പോ? അപ്പൊ അവൻ പറയും, എന്നെ കൊണ്ട് ഹജ്ജിന് വരാൻ പയ്യ, ഞാൻ ആരെങ്കിലും ഏൽപ്പിച്ചേക്കതാ, എന്നാ 2 ലക്ഷം റുപ്യ എനിക്ക് തരാം, നീ പോയി ഹജ്ജ് ചെയ്യ്, തീർന്ന്. അവർ നിരാശരായി പോകും. ഈ ഹജ്ജ് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്നോ ഇത്രയും ഉണ്ടോ ഹജ്ജ് ക്ലാസ്? പഠിച്ചവനെ, ഞാനില്ലപ്പാ ഈ ഹജ്ജിന്. രാവിലെ മുതൽ വൈകിട്ട് വരെ തീരുവോ ഒരു ഹജ്ജ് ക്ലാസ്? ഒരുപക്ഷെ നമ്മുടെ ചിലപ്പോൾ തുടക്കം കൊടുക്കുക ഇതായിരിക്കും. നമുക്ക് ഒരു 1, 2 ക്ലാസ്. അതിനപ്പുറത്ത് ഹജ്ജിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ഒരുക്കങ്ങളെ ഞാൻ പറയുള്ളൂ. ഹജ്ജിന്റെ ക്ലാസ്, ഹജ്ജിന്റെ കർമ്മങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഹറമിൽ വെച്ച് അല്ലാഹ് തൗഫീഖ് ചെയ്താൽ പഠിപ്പിച്ചു തരാം. അത് എളുപ്പമാണ്. ഇന്ന് ഇങ്ങനെ ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം, ഇങ്ങനെ ഒന്ന് കറങ്ങി വരണം, ഇങ്ങനെയൊക്കെ ചെയ്യാം. അത് വളരെ എളുപ്പം മനസ്സിലാക്കി തകരുന്ന രീതിയിൽ ചെയ്യാം. 10 മിനിറ്റ് ക്ലാസ് മതി അത്. പക്ഷെ ബാങ്ക് വിളിച്ച് നമസ്കരിക്കൽ എളുപ്പമാണ്. ബാങ്ക് വിളിച്ച ശേഷം നമസ്കാരത്തിലേക്ക് മുമ്പ് നാം തയ്യാറെടുക്കുമ്പോൾ ആ നമസ്കാരത്തിന് വേണ്ടി ഒളുവെടുക്കുക, നമസ്കാരത്തിന് വേണ്ടി തയ്യാറാവുക എന്ന് പറയുന്ന ഒരു ത്യാഗമല്ലേ? കടയിൽ ഫുലൂസ് എണ്ണിക്കൊണ്ടിരിക്കുന്നു, ബാങ്ക് വിളിച്ചു, നമ്മളെന്താ കരുതുന്നത്? അസറിന്റെ സമയം, പിന്നെ സമയമുണ്ട്, മഗ്രിബ് വരെ സമയമുണ്ട്, 2.5 മണിക്കൂർ സമയമുണ്ട്, പിന്നെ ആവട്ടെ, പിന്നെ പൈസ എണ്ണി എല്ലാം ഒതുക്കി, അടുത്ത കസ്റ്റമർ വന്ന് അവരെ ഒതുക്കി ഇവരെ ഒതുക്കി എല്ലാം ഒതുക്കി എടുത്ത് കണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് മഗ്രിബിന് ബാങ്ക് വിളിക്കാൻ മുഅദ്ദിൻ സാഹിബ് കൊട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഓടിച്ചിട്ട് സ്പീഡ് പോസ്റ്റിൽ ഒരു നിസ്കാരമായിരിക്കും. നിസ്കാരം എളുപ്പമുണ്ട്, നമസ്കാരത്തിന് മുമ്പ് വരാനുള്ള തയ്യാറെടുപ്പാണ് ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് കൊണ്ടാണല്ലോ പള്ളിയിൽ നിസ്കരിക്കാൻ വരാതെ നമ്മുടെ സമുദായം വീട്ടിൽ നമസ്കരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ ഒളുവെടുത്ത് പള്ളിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി അവൻ തയ്യാറായി നടന്നു വന്നാൽ അവന്റെ ഓരോ ചുവടുവെപ്പിനും ഓരോ നന്മ അല്ലാഹു എഴുതുകയും അവന്റെ ഓരോ തിന്മ അല്ലാഹു മായ്ച്ചു കളയുകയും ചെയ്യും. പക്ഷേ ഈ ഉമ്മത്തിന് ഈ ഒരു സവിശേഷത എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവൂല. അവന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് പള്ളിയിലേക്ക് വരൽ 1/2 കിലോമീറ്ററോ 1/4 കിലോമീറ്ററോ ദൂരം കാണും. പക്ഷെ ആ നടത്ത ഒരു ബുദ്ധിമുട്ടായതിന്റെ പേരിൽ ബാങ്ക് വിളിക്കുമ്പോൾ ആ വീട്ടിൽ തന്നെ മുസല്ല വിരിച്ച് നമസ്കരിക്കും. ഇപ്പോ വീട് വെക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു റൂം. എന്ത് റൂം? നിസ്കാര റൂം. വീട് വെക്കുമ്പോൾ എന്ത് റൂം? നിസ്കാര റൂം. എന്തോ വലിയ കാര്യമായിട്ട് ആളുകൾ കാണുന്നത്. ഞാൻ അതിൽ വലിയ കാര്യമൊന്നും കാണുന്നില്ല. കാരണം എന്താ? ആണുങ്ങൾ നമസ്കരിക്കേണ്ടത് പള്ളിയിൽ, പെണ്ണുങ്ങൾ നമസ്കരിക്കേണ്ടത് വീട്ടില്. പെണ്ണുങ്ങൾക്കുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അതിന് വീട് മുഴുവനും വൃത്തിയാക്കിയിടുക, ബെഡ്റൂമിൽ നമുക്ക് നമസ്കരിക്കാം. അപ്പൊ നിസ്കാര റൂം എന്ന് പറയുമ്പോൾ അതെപ്പോഴും വൃത്തിയായി കിടക്കട്ടെ, ഉറങ്ങാൻ കിടക്കുന്ന റൂം അഴുക്കി പിടിച്ച് കിടക്കട്ടെ എന്നല്ലേ അതിന്റെ അർത്ഥം വരുന്നത്. സൗകര്യം കിട്ടുമ്പോൾ വീട്ടിൽ തന്നെ നമസ്കരിക്കുക. അത് അലസതയാണ്, അലക്ഷ്യമാണ്. ഇല്ല, പള്ളിയിലേക്ക് വരണം. അതിവന് ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കലാണ് നമ്മുടെ ക്ലാസ്. ആ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കുക. നമസ്കരിക്കാൻ പഠിപ്പിക്കേണ്ട ആരെയും. നമസ്കരിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കണോ? മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ഒരുത്തനോട് പറയേണ്ട കാര്യമില്ല. പക്ഷെ ആ മയ്യത്തിന്റെ പുറകെ വന്ന് ഒന്നുമെടുത്ത് പോയി നിസ്കരിക്കലാണ് ബുദ്ധിമുട്ട്. അപ്പൊ ഇവൻ സ്വയം മസല കണ്ടെത്തും. ഫർദ് കിഫായ അല്ലയോ? കുറെ പേരൊക്കെ നിസ്കരിക്കുമ്പോൾ അതങ്ങ് ശരിയാവും. പിന്നെ നമ്മൾക്ക് പിന്നെ അടുത്ത വെള്ളിയാഴ്ച പള്ളി പോകുമ്പം രണ്ടും കൂടെ ചേർത്ത് വെച്ചൊരു നിസ്കാരം ഉണ്ടല്ലോ, അവ എളുപ്പമുണ്ട്. പോയി മയ്യത്ത് കണ്ടിട്ട് പിന്നെ ഒരു അത്യാവശ്യം കടയിൽ ആരുമില്ല, അപ്പൊ ഞാൻ പോയിട്ട് വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ഇവിടെ ഉസ്താദ് നിസ്കരിപ്പിക്കും, ആ കൂട്ടത്തിൽ ഞാനും പങ്കെടുത്തോളാം. എളുപ്പമുണ്ട്. നിസ്കരിക്കൽ എളുപ്പമാണ് സുഹൃത്തെ. ഈ നിസ്കരിക്കാൻ വരുന്ന കാര്യമാണ് ബുദ്ധിമുട്ട്. ഹജ്ജ് ചെയ്യൽ എളുപ്പമാണ്, ഹജ്ജിനുള്ള തയ്യാറെടുപ്പാണ് ബുദ്ധിമുട്ട്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിന്റെ ഹജ്ജ് കബൂലിയത്താവുകയുള്ളൂ. നമസ്കാരത്തിന് മുമ്പുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുത്താൽ മാത്രമേ നമസ്കാരം കബൂലിയത്താവുകയുള്ളൂ. നമ്മൾ കരുതുന്ന മൂത്രം ഒഴിച്ച ഉടനെ ഓടിപ്പോയി ഒന്നും എടുത്തിട്ട് നിസ്കരിക്കാന്നില്ല. റുക്കൂഉം സുജൂദും ചെയ്യുമ്പോൾ ഓരോ തുള്ളി മൂത്രത്തിന്റെ ഓരോ തുള്ളി നിന്റെ അടിവസ്ത്രത്തിൽ വീഴും. അതോടുകൂടി നിസ്കാരം ബാത്തില്, നിന്റെ വുളൂ ബാത്തില്, പള്ളിയിൽ കയറിയത് തെറ്റ്, മൊത്തത്തിൽ പ്രശ്നം. നിന്റെ ബാഹ്യ വീക്ഷണത്തിൽ നോക്കുമ്പോൾ അല്ലാഹു അക്ബർ, പടച്ചോന്റെ മുന്നിൽ വലിയ ഖൗഫോട് കൂടി നമസ്കരിച്ചു. ഇല്ല, നമസ്കരിക്കൽ എളുപ്പം, നമസ്കാരത്തിന് തയ്യാറാകൽ ബുദ്ധിമുട്ട്. ഹജ്ജ് ചെയ്യൽ എളുപ്പം, ഹജ്ജിന് തയ്യാറാകൽ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഹജ്ജ് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയോ തവാഫ് ചെയ്യുന്ന ഉസ്താദ് ഇപ്പോൾ കാണിക്കാൻ പോവുകയാണ്, സഅയ് ചെയ്യുന്ന ഉസ്താദ് ഇപ്പോൾ കാണിക്കാൻ പോവുകയാണ്, പിന്നെ മുൽത്തസിമി കെട്ടിപ്പിടിക്കുന്ന ഉസ്താദ് ഇപ്പോൾ കാണിക്കാൻ പോവുകയാണ്, മഖാം ഇബ്രാഹിം നിസ്കരിക്കുന്ന ഉസ്താദ് ഇപ്പോൾ കാണിക്കാൻ പോവുകയാണ്. അങ്ങനെ കുറേ സീൻ കാണാൻ വേണ്ടി തയ്യാറെടുത്ത് എല്ലാവരും ടിക്കറ്റ് എടുത്തിരിക്കുക. അങ്ങനെ ആരും ധരിക്കേണ്ട, അങ്ങനെയൊന്നും കാണിക്കാനും പോകുന്നില്ല.
അനാരതറിയാം. അപ്പൊ കാണും എത്ര വിശാലമായ സ്ഥലമല്ലയോ. ഉസ്താദ് ഇപ്പൊ ഓടുന്ന ഒന്ന് കാണാം, ഉസ്താദ് ഇപ്പൊ തവാഫ് ചെയ്യുന്ന ഒന്ന് കാണാം എന്ന് നമ്മൾ കരുതണ്ട. അതൊക്കെ എളുപ്പം, സിമ്പിൾ, വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. അതൊന്നും ആർക്കും ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതാത് സമയങ്ങളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാൻ അങ്ങോട്ട് പോയി ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ആ കഅബയെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. എന്താണ് കഅബ, എന്താണ് മക്ക, എന്താണ് മദീന, അതൊന്ന് മനസ്സിലാക്ക്. പണം കൊണ്ട് അമ്മാനമാടി ഇനിയും ധാരാളം ധനാഠ്യന്മാർ നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ 100 കണക്കിന് പ്രശ്നങ്ങളാണ് അവർ നമ്മുടെ മുന്നിൽ എടുത്തു വെക്കുന്നത്. 100 കണക്കിന് പ്രശ്നങ്ങൾ അവർ സ്വമേധയാ വ്യാഖ്യാനിക്കുന്നു. അടുത്ത വർഷം പോകാം, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇല്ല, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ. ഹജ്ജ് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ, അതിന് നിനക്ക് താല്പര്യമുണ്ടോ, അതിന് നിനക്ക് ആഗ്രഹമുണ്ടോ, ഫല്യതഅജ്ജൽ, ധൃതി വെച്ചത് ചെയ്ത് തീർക്കുക, അത് പിന്നത്തേക്ക് നീ മാറ്റി വെക്കരുത്. ഹജ്ജിൽ ചെയ്യാനും ഹജ്ജിന് പോകാനും കഅബത്തുങ്കൽ പോകാനും മദീന കാണാനും മക്ക കാണാനും താല്പര്യമില്ലാത്ത എന്താ കഅബ അറിയില്ല. ഇന്നിപ്പോ നമ്മളൊരു കാഴ്ച വസ്തുവായിട്ട് നമ്മുടെ മുസല്ലയിലുണ്ട്, വീട്ടിന്റെ മതിലിലും കെട്ടിത്തൂക്കിയിട്ടുണ്ട്, വീട്ടിന്റെ ഷോക്കേസിലും കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താ ഈ കഅബ? ഗൾഫിൽ നിന്ന് വരുമ്പോൾ 10 റിയാൽ കൊടുത്താൽ കിട്ടും ഒരു കഅബ. 10 റിയാൽ കൊടുക്കുമ്പോൾ കഅബയും കൊണ്ട് ഇവിടെ വീട്ടിൽ കൊണ്ട് വെക്കുമ്പോൾ ആ കഅബ എന്ത് രസം കാണാൻ. ടിവിയുടെ മോളിൽ കൊണ്ട് വെക്കും, ബർക്കത്തിറങ്ങട്ടെ ടിവിക്കകത്തോട്ട് കഅബയ്ക്കകത്ത് നിന്ന്, കാണാൻ എന്ത് രസം, വലിയ ബർക്കത്ത് അല്ലേ? അല്ല സുഹൃത്തുക്കളെ, കഅബയെ കുറിച്ച് മനസ്സിലാക്കണം, കഅബയെ കുറിച്ച് മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന അവ്വല ബൈതിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിനാ ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ആദ്യത്തെ ഭവനമാണ് പടച്ച തമ്പുരാന് വേണ്ടി നെറ്റിത്തടം സമർപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഗേഹങ്ങളിലെ പ്രഥമ ഗേഹമാണ് പരിശുദ്ധമായ കഅബ. ഇന്ന അവ്വല ബൈത്ത്, ആദ്യത്തെ വീട്, ആദ്യത്തെ വീട്, വുളിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട വെക്കപ്പെട്ട വീട്. ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ, മക്ക എന്ന പട്ടണത്തിൽ, ബക്ക മക്ക, മുബാറകൻ വഹുദൻ ലിൽആലമീൻ. പിന്നെ പോകാമെന്ന് കരുതണ്ട, പിന്നീടാകാമെന്നും കരുതണ്ട. അല്ലാഹു തആല പറയുന്നു, ഈ വീട് ഞാൻ എന്തിനാണ് നിർമ്മിച്ചതെന്നറിയുമോ? മുബാറക, അനുഗ്രഹമായി, ബർക്കത്ത് കിട്ടാൻ. അള്ളാന്റെ ഭവനത്തിൽ പോകുന്നവൻ അല്ലാഹ് ബർക്കത്ത് കൊടുക്കും. ലോകത്തിന് ബർക്കത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിൽ ബർക്കത്തിന് വേണ്ടി, നിന്റെ ജീവിതത്തിൽ ബർക്കത്തിന് വേണ്ടി, നിന്റെ സന്താനങ്ങളിൽ ബർക്കത്തിന് വേണ്ടി, നിന്റെ കച്ചവടത്തിൽ ബർക്കത്തിന് വേണ്ടി മാത്രമല്ല, വഹുദൽ ലിൽആലമീൻ, ലോകത്തിന് മുഴുവനും ഹിദായത്തിന്റെ ഗേഹമായി, ലോകത്തിന് മുഴുവനും സന്മാർഗം എത്തിച്ചു കൊടുക്കുന്ന കേന്ദ്രമായി അല്ലാഹു തആല മക്കയിൽ ഈ വീടിനെ നിർമ്മിക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ചു കളഞ്ഞു ഈ വീടിനെ പരിശുദ്ധമായ മക്ക മുക്കറമയിൽ. ലോകത്തിന് ഹിദായത്ത് ഒറ്റ ടിക്കറ്റ് കൊണ്ട് ലോകത്തുള്ള മുഴുവൻ പേരെയും കാണാനുള്ള തൗഫീഖ് എവിടെ പോയാൽ കാണാൻ പറ്റും? ഹജ്ജിനല്ലാതെ. ഒറ്റ ടിക്കറ്റ് അല്ലേ?
എത്യോപ്യക്കാരെ കാണാം, നിഗ്രോക്കാരെ കാണാം, അഭിഷക്കാരെ കാണാം, മിസ്രികളെ കാണാം, ലണ്ടൻകാരെ കാണാം, അമേരിക്കക്കാരെ കാണാം, കറുത്തവരെ, വെളുത്തവരെ, മൂക്ക് ചപ്പിയവരെ, മുടി ചുരുണ്ടവരെ, മുടി ഇല്ലാത്തവരെ. പടച്ചവനെ, ഓരോരുത്തരൊക്കെ വസ്ത്രം ഇട്ടുകൊണ്ട് വരുന്നതാണ്. നമ്മളിവിടെ തലങ്ങണി ഉറയ്ക്ക് വേണ്ടി തയ്ക്കുന്ന തുണിയുണ്ടല്ലോ, അത് ഇട്ടുകൊണ്ട് ചുരിദാർ പോലെ ആണുങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നിസ്കരിക്കാൻ വരുന്നു. ഒക്കെയിൽ പോയി കാണാം. നമ്മൾ ഓർത്തോ, പടച്ചവനെ, നമ്മുടെ നാട്ടിൽ ജനലിന് വിരിപ്പായിട്ട് ഉപയോഗിക്കുന്ന തുണിയാണ്. ഇത് ഒരു വലിയ കാര്യമായിട്ട് ആ വസ്ത്രം. നമ്മളൊക്കെ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ കല്യാണത്തിനിടുന്ന ഡ്രസ്സാണ്. ഏത് തലയണ ഉറ? നമ്മൾ തലയണ ഉറയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രം ഇട്ടുണ്ട് അവർ. അപ്പോൾ ഇത് പല സൈസിന് നമുക്ക് കാണാം, പല പല സൈസ്, പല മോഡലിലെ സ്ഥലം. ഇതൊക്കെ ഒറ്റ ടിക്കറ്റ് കാണാൻ പറ്റിയത് മുസ്ലിം ഉമ്മത്തിന് മാത്രമല്ല, ലോകത്ത് ആർക്കും ഇങ്ങനെ ഒരു തൗഫീഖ് അല്ലാഹ് കൊടുത്തിട്ടില്ല. ഒറ്റ ടിക്കറ്റിൽ ഇത്ര പേരെ കാണാം. നിന്റെ അടുത്ത് വന്ന് നിസ്കരിക്കുന്നവർ എത്യോപ്യക്കാരനായിരിക്കും, മൊറോക്കോക്കാരനായിരിക്കും. നിന്റെ അടുത്ത് വന്ന് നിസ്കരിക്കുന്നത് വെള്ളോരം കല്ല് പോലെ വെളുത്തിരിക്കുന്ന വ്യക്തിയായിരിക്കും. ചിലപ്പോൾ മിസ്രി പെണ്ണായിരിക്കും അടുത്തൂടെ വരുന്നത്. ജീവിതത്തിൽ ഈത്തിക്കാ വരുന്നാൽ പോലും മിസ്രി പെണ്ണിനെ കേരളത്തിൽ കാണാൻ പറ്റൂല. നേരെ അവിടെ ചെല്ലുമ്പോൾ, നിന്റെ അടുക്കൽ വരുമ്പോൾ വരുന്നത് മിസ്രി പെണ്ണായിരിക്കും. തോണ്ടാനൊന്നും പറ്റത്തില്ല. തീർന്ന അവിടുത്തെ കാര്യം. ആ കാര്യം പ്രത്യേകം മനസ്സിലായിക്കോളിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി നമ്മൾ അറിയിച്ച ഒറ്റ ഒരായത്ത്, പരിശുദ്ധമായ മക്ക മുക്കറമയിലേക്ക് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ, കളിയും ചിരിയൊന്നും അല്ല ഇത്, തമാശയൊന്നും അല്ല ഇത്. പരിശുദ്ധമായ മക്ക മുക്കറമയിലേക്ക് എവനെങ്കിലും കയറിയാൽ, ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. പരിശുദ്ധമായ വീട്ടിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് വന്നുകൊണ്ട് ആരെങ്കിലും വല്ല അക്രമങ്ങളുമായി ബന്ധപ്പെട്ടാൽ, അനാവശ്യ നോട്ടം നോക്കിയാൽ, അനാവശ്യമായി അവർ പ്രവർത്തിച്ചാൽ, തൻ്റെ കണ്ണിനെ അവൻ സൂക്ഷിച്ചില്ല എങ്കിൽ, തൻ്റെ ഹൃദയത്തെ അവൻ ശ്രദ്ധിച്ചില്ല എങ്കിൽ, നൂദിഖുഹു മിൻ അദാബിൻ അലീം, നാണം കെട്ട ശിക്ഷ നൽകി നിന്നെ നാം വേദനിപ്പിക്കും, രുചിപ്പിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കല്ലി വല്ലി ഒന്നും നോക്കൂല. ഇവിടെ ഉത്സവത്തിന് പോയാലും, ചന്ദനക്കുടത്തിന് പോയാലും, മക്ബറയിൽ പോയാലും, പള്ളിയിൽ പോയാലും, മാർക്കറ്റിൽ പോയാലും, പെണ്ണുങ്ങളുടെ കൂടെ അവിടെ ഇവിടെയൊക്കെ പിന്നെ കല്യാണത്തിനൊക്കെ പോയാലും, എവിടെ നിന്നാലും എന്ത് ചെയ്യില്ല, അല്ലാഹ് ഒന്നും തിരിഞ്ഞു നോക്കൂല. പക്ഷേ ഈ ഒരു നിയത്തും വെച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ വീക്കും അല്ലാഹ്. സെക്കൻഡിൽ അവിടെ എത്തുന്നതിന് മുമ്പ്, ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ നിയത്തെത്തുമ്പോഴേ പെണ്ണും പിള്ളയെ മറന്നേക്കണം എന്നും പറഞ്ഞ് അങ്ങ് കളഞ്ഞിട്ട് പോകാനെന്നല്ല ചിന്ത. അല്ല, എന്നാ അവർ വരുന്നവർ പോലും ആ മുസ്ലിംകാർ എന്നെ മറക്കണം എന്ന് പറയുന്നത്, ഞാൻ വരുന്നില്ല ഹജ്ജിന് പറഞ്ഞങ്ങള്. മനസ്സ് എന്ത് ചെയ്യാ, അള്ളാഹുമായുള്ള ബന്ധം. ഇവിടുത്തെ ഒന്നും അല്ല കാണാത്ത, എന്താ ഇവിടുത്തെ മുഴുവൻ അല്ല കാണാത്തതെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, ഇവിടുത്തെ ഒന്നും അല്ല കാണുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പൊ പരീക്ഷാ ഹാളിൽ പരീക്ഷ നടക്കും. പരീക്ഷാ ഹാളിൽ പരീക്ഷ നടക്കുമ്പോൾ, SSLCയുടെ പരീക്ഷ നടക്കുന്നു, അതല്ലെങ്കിൽ +1-ൻ്റെയോ 2-ൻ്റെയോ അതിൻ്റെയൊക്കെ പരീക്ഷ നടക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള സാറായിരിക്കും അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. നമ്മൾ ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്നു. ചിലപ്പോൾ ക്ലാസ് ടീച്ചറായിരിക്കും, അതല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കും ഈ അധ്യാപകൻ. ഇതിങ്ങനെ കുട്ടികൾ ഇങ്ങനെ സാറിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുട്ടി വളരെ തെറ്റാണ് എഴുതി വെക്കുന്നത്. ഈ സാർ ഇങ്ങനെ നിന്ന് നോക്കുന്നു. സാറിനറിയാം, അധ്യാപകനറിയാം ഈ കുട്ടി എഴുതുന്നത് മുഴുവനും തെറ്റാണ് എന്ന്. അധ്യാപകൻ നോക്കി നിൽക്കുന്നു അടുത്ത്. ഈ കുട്ടി എഴുതുന്നത് തെറ്റാണ് എന്ന് വ്യക്തമായിട്ട് ഈ അധ്യാപകൻ അറിയാം. പക്ഷെ ആ അധ്യാപകൻ അവിടെ പറയാൻ കഴിയുമോ? കഴിയുമോ സുഹൃത്തുക്കളെ? നീ എഴുതുന്നത് തെറ്റാണ്, ഏയ് ശ്രദ്ധിച്ചെഴുത്, നോക്കി എഴുത്, വൃത്തിയായിട്ട് എഴുത്, ആലോചിച്ചെഴുത്, നീ എഴുതുന്നത് മൊത്തം തെറ്റാണ് എന്ന് പരീക്ഷാ ഹാളിൽ പരീക്ഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഏതെങ്കിലും ഒരു അധ്യാപകൻ അവിടെ പറയുമോ? പറയൂ? ഇല്ല. പക്ഷെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ പാഠശാലയിൽ ക്ലാസ് റൂമിലാണ് ഈ കുട്ടി മോശമായി തെറ്റ് ചെയ്തത് എങ്കിൽ തീർച്ചയായും ശിക്ഷിക്കും അധ്യാപകൻ. എഴുതിയത് തെറ്റാണ് എങ്കിൽ അധ്യാപകൻ ശിക്ഷിക്കും. എന്നതുപോലെ പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട. ഇതിപ്പോ പരീക്ഷാ ഹാളാ, അതുകൊണ്ടൊന്നും മിണ്ടുന്നില്ല. വാ, അള്ളാന്റെ ക്ലാസ് റൂമിൽ നമ്മളെയൊക്കെ ഹാജരാക്കും. ആ സമയത്ത് പിടിച്ചോളും. വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് വരട്ടെ. പരീക്ഷയുടെ എല്ലാം പേപ്പറെല്ലാം കഴിഞ്ഞ് വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സംഭവം ക്ലിയർ ആയിരിക്കും എന്താന്നുള്ളത്.
ഒന്നുകിൽ ഫരീഖുൻ ഫിൽ ജന്ന, രണ്ടാമത് ഫരീഖുൻ ഫിസ് സഈർ. നഊദു ബില്ലാഹ്, അല്ലാഹ് സ്വർഗ്ഗത്തിന്റെ അഹലുകാരാക്കട്ടെ. അപ്പോൾ നാം പറഞ്ഞു വന്ന വിഷയം, അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി നമ്മുടെ ചിന്ത, കണ്ണ്, ഹൃദയം ഒന്നും മാറാൻ പാടില്ല. ഇത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഹജ്ജ് എന്ന് പറയുന്നത് വലിയ ഒരു പരീക്ഷണമാണ്. എന്താണ് ഈ പരീക്ഷണം? പടച്ച തമ്പുരാൻ നമ്മളെ കൊണ്ടുപോയി ഒരു തൊഴുത്തിലേക്ക് അഴിച്ചു വിടുകയാണ്. നമ്മളെ കൊണ്ട് അഴിച്ചു വിടുക ഒരു തൊഴുത്തിലേക്ക്. ഏത്? കുറെ മിസ്രി പെണ്ണുങ്ങള്, കുറെ മൊറോക്കക്കാരി പെണ്ണുങ്ങള്, സുന്ദരികളായ പെണ്ണുങ്ങള്, ആണുങ്ങള് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ അടിവസ്ത്രം പോലുമില്ലാതെ കേവലം 2 വസ്ത്രം മാത്രം പൊതിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ കൊണ്ടുപോയി ഇതാ കഴുകന്മാരുടെ ഇടയിലേക്ക് അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. ഓഹ്, എന്ത് പരീക്ഷണം, എന്ത് പരീക്ഷണം! ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്ത്രീകളുടെ ഔറത്ത് മുഴുവനും മറയ്ക്കുക എന്നുള്ളതാണ്. നമസ്കാരത്തിലാണ് മുഖവും മുൻകൈയും തുറന്നിടണമെന്ന് പറയുന്നത്. ഇഹ്റാമിന്റെ സമയത്ത് സ്ത്രീകൾ മുഖവും മുൻകൈയും തുറന്നിടണം. സൗദി പെണ്ണുങ്ങളടക്കം, അല്ലെങ്കിൽ നല്ല തഖ്വയുള്ള പെണ്ണുങ്ങളടക്കം, അവരെല്ലാവരും ഈ ഇതെന്താ മുഖം മുഴുവനും മൂടിക്കൊണ്ടാണ്, ബുർഖ ധരിച്ചു കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ ഹജ്ജിന്റെ സമയത്ത് ഇഹ്റാമിന്റെ നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ സഹോദരികളെല്ലാം മുഖം തുറന്നിടണം. അള്ളാഹുവിന്റെ കളി കണ്ടോ! അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, കണ്ണ് മാത്രമേ കാണുള്ളൂ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ കുറേ ദുർഭൂതങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല. നമ്മൾ കണ്ടാലും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാര്യങ്ങളും തോന്നൂല. എല്ലാം മൂടിക്കെട്ടി ഇങ്ങനെ പോകുന്നത് എവിടുത്തെ ഉള്ളതാ, ആരാ, വെളുത്തതാന്നോ കറുത്തതൊന്നും നമ്മൾ നോക്കാറില്ല. പക്ഷേ മുഖം തുറന്നിടുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ആ വെളുപ്പോ സൗന്ദര്യമോ കാണുമ്പോൾ നമ്മളൊന്ന് നോക്കിപ്പോകും. അല്ലാഹ് ആ സമയത്താണ് സൂക്ഷിക്കേണ്ടത്. ഇവിടെയാണ് പരീക്ഷണം, ഇവിടെയാണ് പരീക്ഷണം. ഹജ്ജ് ചെയ്യൽ എളുപ്പമാണ്, ഹജ്ജ് ചെയ്യൽ എളുപ്പമാണ്. ഹാജിമാർ എയർപോർട്ട് മുതൽ സൂക്ഷിക്കേണ്ട കാര്യമാണിത്. ഇവിടെ നിന്ന് കയറുമ്പോഴേ അല്ലാഹു സുബ്ഹാനഹു തആല നിന്റെ മുന്നിലായിരിക്കും കൊണ്ട് നിർത്തുന്നത്. ഇഹ്റാമിന്റെ വേഷത്തിൽ നീയും ഇഹ്റാമിന്റെ വേഷത്തിൽ ഒരു സ്ത്രീയും നിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ആ സന്ദർഭത്തിൽ നിന്റെ ശരീരത്തെ നിനക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? അവിടെയാണ് അല്ലാഹു നിനക്ക് മാർക്ക് നൽകുന്നത്. ചിലപ്പോൾ അവളായിരിക്കും നിന്റെ കൂട്ടത്തിൽ തവാഫ് ചെയ്യുമ്പോൾ അവളുടെ പിന്നിലായിരിക്കും നീ. തവാഫ് ചെയ്യുമ്പോൾ അവളുടെ വലത് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ഇടത് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായ തിരക്കിൽ ഞെരുങ്ങിക്കൊണ്ടായിരിക്കും തവാഫ് ചെയ്യുന്നത്. ഈ സമയത്ത് നിന്റെ മാനസികാവസ്ഥയെ അല്ലാഹു തആല ആകാശത്ത് നിന്ന്, അവന്റെ ദർബാറിൽ നിന്ന് പടച്ച തമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ നിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അവിടെയാണ് ഹജ്ജ്, അവിടെയാണ് നീ സൂക്ഷിക്കേണ്ടത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു തആല കൊണ്ടുപോയി നമ്മളെ മൊത്തത്തിൽ കൊണ്ടുപോയി അങ്ങ് ഇട്ടു തരുന്നത്. നീ പോയി നീ ചെയ്തിട്ട് വാ, ഞാൻ നോക്കട്ടെ നിന്റെ ഹജ്ജ് കബൂലായോ മഖബൂലായോ മബ്റൂറായോ ഇല്ലയോ എന്ന് ഞാൻ നോക്കട്ടെ, പോ, ഇറങ്ങിപ്പോ. ഇവിടെ അല്ലാഹ് അങ്ങനെ ഇട്ട് തരുമോ? എന്നാ പിന്നെ നമ്മളൊക്കെ രക്ഷപ്പെട്ടു ഇല്ലേ? ഇവിടെ എങ്ങാണ് അല്ലാഹ്, ഇവിടെ ഇപ്പൊ ചാൻസ് ആണല്ലോ, മൊത്തത്തിൽ ഹറാമിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ ഭവനത്തിൽ, ഏത് ഭവനം? ആദ്യമായി പടച്ച തമ്പുരാന് വേണ്ടി സുജൂദ് ചെയ്യാൻ നിർമ്മിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനത്തിന്റെ മുന്നിലേക്ക് അള്ളാഹു തആല ഒരുമിച്ച് നമ്മളെ കൊണ്ടുപോയിട്ട് തരികയാണ്. നമ്മൾ അവിടെ സൂക്ഷിക്കണം, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അള്ളാഹു നമ്മുടെ ഈമാനെ നിലനിർത്തി തരട്ടെ. ആ സമയങ്ങളിൽ, ആ സന്ദർഭങ്ങളിലെങ്ങാനും നിങ്ങളുടെ മനസ്സ് മാറിക്കൊണ്ട് നിങ്ങൾ വല്ല വികൃതികളോ കുസൃതികളോ കാണിച്ചാൽ വേദനാജനകമായ ശിക്ഷ തന്ന് നാം നിങ്ങളെ രുചിപ്പിക്കും. അള്ളാഹു പറയുന്നു, സൗദിയിൽ പോയാൽ, മക്കയിൽ പോയാൽ ഓരോ മതിലിലും ഈ ആയത്ത് എഴുതി വെച്ചിരിക്കും. ഫ്ലെക്സ്, വലിയ ബോർഡിൽ ഈ ആയത്ത് എഴുതി വെച്ചിരിക്കും. അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന്, അവന്റെ നാട്ടിൽ വന്ന് കല്യാണ ആലോചന തന്നെ പാടില്ല. ഏത്? ചിലർ വരുമ്പം, നമ്മളിപ്പം തിരുവനന്തപുരംകാരും കാണും, കൊല്ലക്കാരും കാണും, പാലക്കാട്ടുകാരും കാണും, നെടുമ്പാശ്ശേരിക്കാരും കാണും. എനിക്ക് ഒരു മോനുണ്ട്, എനിക്കൊരു മോളുണ്ട്. എല്ലാവർക്കും കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ, ഒരുമിച്ചിട്ട് നല്ലൊരു സമയവും സന്ദർഭമാണ്. സമയം അല്ലാഹുവിന്റെ മക്കയിൽ പരിശുദ്ധമായ ഭവനത്തിൽ പോയിരുന്നിട്ട് ഒരുമിച്ചെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്ര മക്കൾ? 2 മക്കൾ. ഇവിടെ എല്ലാ BA ഒക്കെ പഠിച്ചിരിക്കുക, ആ എൻ്റെ മോനൊക്കെ പഠിച്ചിരിക്കുക, ആ എങ്ങനെയുണ്ട് കല്യാണം? അത് ആലോചിച്ച് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. എന്നാ പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കിക്കളഞ്ഞാലോ? അല്ലോ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, സൂക്ഷ്മതയുടെ ഭാഗമാണ്. അതൊന്നും നമ്മുടെ ലക്ഷ്യം എന്താണ്?
ഹജ്ജ് അള്ളാന്റെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ആവശ്യങ്ങളൊന്നുമല്ല നമ്മൾ അവിടെ ചർച്ച ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിച്ചോണം, മനസ്സിലായിക്കൊള്ളണം. ഈ ആവശ്യങ്ങൾ നമ്മൾ അവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇഹ്റാമിന്റെ വേഷത്തിൽ, ഇഹ്റാമിന്റെ വേഷമായ ദുനിയാവിന്റെ മറ്റു വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനേ പാടില്ല. എല്ലാം പിന്നെ അള്ളാഹുമായി. കാരണം എന്താണ്? നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ വേണ്ടി 2 തുണിയിൽ കെട്ടിക്കഴിഞ്ഞു. ഞാൻ ഇൻഷാ അല്ലാഹ് പോകുന്നതിന് മുമ്പ് എന്തിനാണ് ഇഹ്റാം വേഷം ധരിക്കുന്നത്, അത് നമുക്ക് എതുമായി ബന്ധപ്പെടുത്താൻ കഴിയും? ഒരു മരണത്തിലേക്കുള്ളൊരു യാത്രയാണ്, ഒരു മരണയാത്രയാണ് ഹജ്ജ് യാത്ര എന്ന് പറയുന്നത്. ആഖിറത്തിലേക്കുള്ളൊരു യാത്രയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്നതിന് മുമ്പ് ഞാൻ ആ സംഭവം വിവരിച്ചു തരാം, അതെങ്ങനെയാണ് എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ്, മരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്രത്തോളം കൂടിയ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നടക്കുന്നവരാണെങ്കിലും മരിക്കുമ്പോൾ അവനെ പൊതിയുന്നത് 2 തുണി 3 തുണിക്കകത്താ, വെള്ളത്തുണി. അതേപോലെയാണ് ഹജ്ജിന് വേണ്ടി യാത്രയാക്കുമ്പോൾ അവനെ പൊതിയുന്നത് 2 വെള്ളത്തുണിക്കകത്താണ്. അവിടെ വേറെ ഒരു കളറില്ല. ഉണ്ടോ? അവിടെ വേറെ ഒരു കളറില്ല. അവനെ പൊതിയുകയാണ്. അവന്റെ മരണം അവന്റെ മുന്നിൽ വരണം. പടച്ചവനെ, എൻ്റെ കഫനിതാ പൊതിയുകയാണല്ലോ അല്ലാ. കഫൻ പൊതിയുന്ന ഇഹ്റാമിന്റെ തുണി ധരിക്കുന്നതിന് മുമ്പ് ശരീരമെല്ലാം ശുദ്ധിയാക്കണം. എല്ലാവിധ നമ്മുടെ രോമങ്ങളെല്ലാം നീക്കം ചെയ്യണം, നഖമെല്ലാം മുറിക്കണം, എല്ലാം മാറ്റി കുളിച്ച് വൃത്തിയാക്കി ശരീരത്തിലൊക്കെ അത്തർ പൂശി നല്ല മണമുള്ള വസ്ത്രയിലൊക്കെ ആയി നീ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നീ മനസ്സിലാക്കണം, യാ അല്ലാ, എനിക്ക് ഇനി മടങ്ങി വരാം എന്ന് ഒരു ഉറപ്പുമില്ല. എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന ഒരു രൂപമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. യാ അല്ലാ ഉണ്ടാകണം. അത് ഞാൻ ഇൻഷാ അല്ലാഹ് പോകുന്ന സമയമാകുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നുകൂടെ ഫിക്റാവും. ഇപ്പോൾ പറഞ്ഞു തന്നാൽ അതെല്ലാം മറന്നുപോകും. ഇപ്പൊ നമ്മൾ അതിനുള്ള മുമ്പുള്ള സംഭവങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ആദ്യമായ വീടാണ് പരിശുദ്ധമായ കഅബ ഷരീഫ്, അല്ലാഹുവിന്റെ ഭവനം. ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം. ആ ഭവനത്തിൽ മഹത്തായ ഒരു ദൃഷ്ടാന്തമുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഖാമാണ്. മഖാം ഇബ്രാഹിം, ഒരു ചെറിയ ഒരു കൂടാരം. അതൊക്കെ അവിടെ പോകുമ്പോൾ കാണിച്ചു തരാം. തവാഫെല്ലാം കഴിഞ്ഞ് അതിൻ്റെ മുന്നിൽ പോയി നമസ്കരിക്കണമെന്നാണ് നിയമം. അതിൻ്റെ പരിസരത്ത് പോലും പോകാൻ പറ്റൂല. അതിൽ ഉസ്താദ് അങ്ങനെ ക്ലാസ് എടുത്തു. അതുകൊണ്ട് എല്ലായിടത്തും അല്ലാഹു അക്ബർ. ഓരോരുത്തരും ഞാനിപ്പോൾ ഈ അടുത്ത അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഉംറയ്ക്ക് പോയപ്പോൾ ഒരു വലിയൊരു ഷേഖ്, അദ്ദേഹം പോലീസോടടി എല്ലാവരും ഇടിച്ചിട്ട് നിസ്കരിക്കാം. നിയമമാണ്. നിയമത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മഖാം ഇബ്രാഹിമിൻ്റെ മുന്നിൽ തന്നെ നിസ്കരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പിടിവാശി. പോലീസുകാരൊക്കെ വന്ന് പറയുന്നത്, ബായ് ഇവിടെ നിസ്കരിക്കരുത്, കാരണം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ നിസ്കരിക്കേണ്ട, പിറകിലോട്ട് മാറി നിസ്കരിക്ക്. ഇല്ല ഇല്ല, ഇയാൾക്ക് ഇവിടെ തന്നെ നിസ്കരിക്കണം, നിയമമാണത്, മഖാം ഇബ്രാഹിമിൻ്റെ മുന്നിൽ തന്നെ നിസ്കരിക്കണമെന്ന് പോലീസുകാരോട്ട് സമ്മതിക്കുന്നുമില്ല. ഭയങ്കര പ്രശ്നം. അവിടെ പോയി നമ്മൾ കുൻഫു കാണിക്കാൻ പറ്റുമോ? നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ കുൻഫു, ഞാൻ വലിയ കരാട്ട മാസ്റ്ററാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പോലീസിനെ കണ്ട് മോന്തയ്ക്ക് 2 കൊടുത്തിട്ട് അല്ലാഹു അക്ബർ നിസ്കരിക്കാൻ പറ്റുമോ? പാടില്ലാതെ. മഖാം ഇബ്രാഹിമിന്റെ നേർക്ക് ബാക്കിൽ പോയി നമസ്കരിക്ക്, ബാക്കിൽ പോയി നമസ്കരിക്ക്. നമ്മൾ പിടിവാശി ഒഴിവാക്കണം. ഹജ്ജിന്റെ വിഷയത്തിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് പിടിവാശി ഒഴിവാക്കുക. അല്ല, അത് ഇന്ന പുസ്തകത്തിൽ അതായിരുന്നല്ലോ. ഒരു പുസ്തകത്തിന്റെ കാര്യം എൻ്റെ അടുത്ത് പറയരുത്. ഞാൻ ഒരു കാര്യം ഞാൻ എൻ്റെ മുസാഫിർ ഹജ്ജ് ഉംറക്കാരോട് ഞാൻ പറയാണ്, ഒരു പുസ്തകത്തിന്റെ കാര്യം എൻ്റെ അടുത്ത് പറയരുത്. ഞാൻ ഇൻഷാ അല്ലാഹ് ഖുർആനിന്റെ ഹദീസിന്റെയും മഹാന്മാരായ പണ്ഡിതന്മാരും ഫുഖഹാക്കളും പറഞ്ഞു തന്നിട്ടുള്ള, പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ വിഷയങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതല്ലാതെ ഞാൻ വേറെ ഒരു മലയാള പുസ്തകം നോക്കിയിട്ടല്ല. അത് തന്നെ കിതാബുകളുടെ ഗ്രന്ഥത്തോടു കൂടി തന്നെ, അതിന്റെ തെളിവോട് കൂടി തന്നെയാണ്. അത് ആ പുസ്തകത്തിൽ അങ്ങനെ ഈ പുസ്തകം അപ്പോൾ ഹനഫിയാക്കളും ഷാഫിയാക്കളും കാണും. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഇൻഷാ അല്ലാഹ് പറഞ്ഞു കൊടുത്തുകൊള്ളാം. നമ്മൾ ചിലർ പറയും, അത് ഈ പുസ്തകത്തിൽ ഇങ്ങനെയാണല്ലോ, ആ മുസ്ലിയാർ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഈ മുസ്ലിയാർ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. നിങ്ങൾ ഹറമിൽ വരീൻ, ഉസ്താദന്മാരൊക്കെ ചിലപ്പോൾ അവിടെ തമ്മിലടിയായിരിക്കും. ഇതൊന്നും നമ്മൾ നോക്കരുത്, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക ചെയ്യരുത്. നമ്മളെ ഏത് ഹജ്ജിന് ഏത് ഗ്രൂപ്പുകാരാകട്ടെ, ഏത് ഹജ്ജ് ഗ്രൂപ്പുകാരാകട്ടെ, ആ ഹജ്ജ് ഗ്രൂപ്പിന് ഒരു അമീർ കാണും. ആ അമീർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുക. അദ്ദേഹം പറയുന്നു കിഴക്കോട്ട് നിസ്കരിക്കാൻ പറഞ്ഞാൽ, അയ്യോ കിഴക്കോട്ടല്ല, ക്രിസ്ത്യാനി നിസ്കരിക്കുന്നല്ലയോ, അല്ലാഹു അക്ബർ കിഴക്കോട്ട്. അങ്ങനെ മോശമായി പോയാൽ ഇടി അമീറിന്റെ തലമണ്ടയ്ക്കാം നാളെ ആഖിറത്തിൽ. നമുക്കൊരു പ്രശ്നവുമില്ല. നമ്മൾ അറിവില്ലാത്തവരാണ്. അല്ലാഹ് ഞങ്ങൾ അറിവില്ലാത്തവരാണ്. അറിവില്ലാത്തവരായ ഞങ്ങളെയും വലിച്ചുകൊണ്ട് ഇദ്ദേഹം വന്നു. അപ്പോൾ ഇദ്ദേഹമാണ് പറഞ്ഞത് കിഴക്കോട്ട് നിസ്കരിക്കാൻ. ഞങ്ങൾ നിസ്കരിച്ചു, അല്ലാഹുവേ അതിന്റെ കുറ്റം ഞങ്ങളല്ല. അപ്പൊ വിളിക്കും, അബൂബക്കർ ഇങ്ങോട്ട് വാ, നീ അങ്ങനെ പറഞ്ഞോ? ഓ, ഒന്ന് അങ്ങനെ പറഞ്ഞു പോയി, അല്ലാഹ് കൊടുക്കും പെടലേക്ക് 2 അല്ലാഹ് കാക്കട്ടെ റബ്ബേ. അതുകൊണ്ട് നമ്മൾ അമീറിനെ അനുസരിക്കുക, അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അമീറിനെ അനുസരിക്കുക. ഏത് ഗ്രൂപ്പുകാരനാണെങ്കിലും ഓരോ ഉസ്താദന്മാർ അവർ പഠിച്ച രീതി അനുസരിച്ചായിരിക്കും പറയുന്നത്.
ആർക്കും പരിപൂർണമായ നിലയിൽ നബി തങ്ങൾ ചെയ്തതുപോലുള്ള ഹജ്ജ് ചെയ്തൊന്നും വരാനൊന്നും ആരെ കൊണ്ടും കഴിയില്ല. നബി തങ്ങൾ നമസ്കരിച്ചതുപോലെ നബി തങ്ങൾ പറഞ്ഞു സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞെങ്കിൽ അതുപോലെയാണോ നമ്മളിപ്പോൾ നമസ്കരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിസ്കാരമൊക്കെ പോയില്ല എല്ലാവരുടെയും. നമസ്കരിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ചതുപോലെ നമുക്ക് നമസ്കരിക്കാൻ കഴിയില്ല. പരിശ്രമിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. നബി തങ്ങൾ ഹജ്ജ് ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുമോ? പറ്റൂല. പിന്നെ തെറ്റുകളും പാകപ്പിഴവുകളും ഒക്കെ ഉണ്ടായേക്കാം. ഇതിനാണ് അള്ളാഹുവിനോട് നമ്മൾ പശ്ചാത്തപിക്കേണ്ടത്. പടച്ചവനെല്ലാം മാപ്പാക്കി തരും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പിടിവാശി അങ്ങോട്ട് ഒഴിവാക്കിയേക്കണം. അമീറിനെ അനുസരിക്കുക, അമീർ പറയുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോവുക. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകം നമ്മൾ അവിടെ നിന്നല്ല എവിടെയായാലും ഒരു യാത്ര ചെയ്യുമ്പോഴൊരു അമീർ കാണും. ആ അമീറിനെ അനുസരിക്കൽ നിർബന്ധമാണ്. അമീറിനെ അനുസരിക്കാതിരുന്നാൽ അവിടെ മൊത്തം കലശലായി പോകും, പ്രശ്നമായി പോകും. ആ കാര്യത്തിൽ ഒരു ബർക്കത്തും ഉണ്ടാവുകയില്ല. അപ്പൊ മഖാമു ഇബ്രാഹിമിന്റെ അടുക്കൽ നിസ്കരിക്കാൻ പറ്റൂല, കാരണം തിരക്കാണ്. നിങ്ങൾക്ക് ഇനി അങ്ങനെ നിസ്കരിക്കണമെങ്കിൽ ചിലപ്പോൾ ഒഴിവുള്ള സമയങ്ങളൊക്കെ എപ്പോഴെങ്കിലും കാണും. ആ സമയത്ത് പോയി 2 റക്അത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു വലിയ ഒരു ദൃഷ്ടാന്തമാണ് മഖാമു ഇബ്രാഹിം. വമൻ ദഖലഹു കാന ആമിനാ. അള്ളാഹുവിന്റെ വീടിന്റെ പ്രത്യേകത, ആ ഭവനത്തിൽ ആര് പ്രവേശിച്ചു കഴിഞ്ഞോ അവന് പൂർണ്ണ സംരക്ഷണമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. പരിപൂർണ സംരക്ഷണമാണ്. അവനെ ഒന്നും ചെയ്യാൻ പറ്റൂല. ആരെങ്കിലും കൊന്നിട്ട് അടിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞ് ഹറമിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അവിടെ അടിയുണ്ടാക്കാൻ പാടില്ല, ഇടിക്കാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല, ഒന്നിനെയും കൊല്ലാൻ പാടില്ല. പരിശുദ്ധമായ ഹറം ഷരീഫിൽ ആ തവാഫിൽ കഅബയ്ക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്നും സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന കുറെ ആളുകളെ കാണാൻ കഴിയും. ഇവരൊക്കെ മറ്റേ വീഡിയോയിലൂടെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പോലീസ്, CID. അപ്പൊ തവാഫ് ചെയ്യുമ്പോൾ ആണും പെണ്ണും ഒരുമിച്ച് ഇങ്ങനെ തവാഫ് ചെയ്യുന്ന കൂട്ടത്തിൽ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കും. അത് ബുദ്ധിമുട്ടിക്കുകയാണോ അതല്ല അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം അങ്ങനെയാണോ നോക്കും. അപ്പോൾ ബുദ്ധിമുട്ടിക്കുകയാണ് എങ്കിൽ 2-3 തവാഫിൽ അറിയാൻ പറ്റും. ഉടനെ പോലീസ് ഇറങ്ങി വരും. വന്നുകൊണ്ട് ഇവനെ കറക്റ്റ് കണ്ടുപിടിച്ചിട്ട് ഇവനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യൂല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇവന്റെ കൂടത്തിൽ അവരും തവാഫ് ചെയ്യും, പോലീസുകാരൻ തവാഫ് ചെയ്യും. അപ്പൊ അവന് വിചാരിക്കുന്ന എന്താ? അയാളും തവാഫ് ചെയ്യുമായിരിക്കും. അങ്ങനെ തവാഫ് ചെയ്ത് ഇദ്ദേഹത്തിന് പോലീസുകാർ അവന്റെ തോള് കൊണ്ട് ഇവനെ തട്ടി ഈ മത്താഫിൽ നിന്ന്, തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവനെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരും. അത് അവനും അറിയില്ല സംഭവം. പതുക്കെ തട്ടി അവരിങ്ങനെ തവാഫ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവനിങ്ങനെ തവാഫ് ചെയ്യും. തട്ടി അവനെ പതുക്കെ അങ്ങ് പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടാണ് അവനെ കയറി അറസ്റ്റ് ചെയ്യാൻ പിടിക്കുക. അപ്പൊ ആ വീട്ടിൽ കയറിയാൽ അത്രത്തോളം സൂക്ഷ്മത പാലിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. അത്രത്തോളം സൂക്ഷ്മത പാലിക്കണം. വമൻ ദഖലഹു കാന ആമിനാ. ആ വീട്ടിൽ ആര് പ്രവേശിക്കുന്നുവോ അവൻ പൂർണ്ണ സംരക്ഷണനാണ്. പരിപൂർണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വീക്ഷണത്തിലും അവന്റെ സംരക്ഷണത്തിലുമാണ് അവൻ. കഅബ ഷരീഫിനെ കുറിച്ച്, പരിശുദ്ധമായ കഅബയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ قال النبي صلى الله عليه وسلم لما أهبط الله تعالى آدم قال الله تعالى إني مهبط معك بيتا أو منزلا. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ആകാശത്ത് നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹു തആല പറയുകയാണ് ആദം നബിയോട്, ഏ ആദമേ, ഇന്നി മുഹ്ബിതും മഅക ബൈതൻ ഔ മൻസിലാ, നിന്നോടൊപ്പം ഒരു വീടും ഞാൻ ഇറക്കാൻ തീരുമാനിച്ചു. യുതാഫു ഹൗലഹു കമാ യുതാഫു ഹൗല അർശി, എന്റെ അർശിനെ വലയം ചെയ്യുന്നത് പോലെ ആ വീടിനെയും വലയം ചെയ്യപ്പെടും.
യുസല്ലൂന ഹൗലഹു കമാ യുസല്ലൂന ഹൗല അർശി യുസല്ലാ ഇൻദഹു കമാ യുസല്ലാ ഇൻദ അർശി. എൻ്റെ അർശിന്റെ താഴ്വാരത്ത് നമസ്കരിക്കുന്നത് പോലെ ഈ കഅബയുടെ ഓരത്തും നമസ്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനത്തെ ഒരു വീടിനെ, ഒരു കഅബയെ ആദമേ നിന്നോടൊപ്പം ഇറക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. കഅബ ഇറങ്ങിയത് എവിടുന്ന ഈ കഅബ? മനസ്സിലാക്ക്, കഅബ കുറെ മേശരിമാര് പോയി പണിഞ്ഞ സാധനമൊന്നും അല്ലാതെ അള്ളാഹിന്റെ അടുക്കൽ നിന്ന് വന്ന സാധനമാണത്. പടച്ചവന്റെ അടുക്കൽ നിന്ന് വന്നതാണത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആദ്യം മലക്കുകളാണ് അത് സൃഷ്ടിച്ചത്. പരിശുദ്ധമായ കഅബ ഷരീഫ് അവരാണ് തവാഫ് ചെയ്തുകൊണ്ടിരുന്നത്, അവരാണ് വലയം ചെയ്തുകൊണ്ടിരുന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു താല പറഞ്ഞു, ദാ കുറച്ച് സാധനമുണ്ട്, ഇതും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ഗൾഫിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞു വിടുന്ന പോലെ ഒരു സാധനമുണ്ട്, ഒരു വീടുണ്ട്, ഇതിവിടെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂട്ടത്തിൽ കഅബ ഷരീഫിനെ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കുകയാണ്. കഅബ അല്ലാഹുവിന്റെ വീട്, ദാ കഅബത്തുല്ലാഹ്. പടച്ച അത് കഅബയെ കുറിച്ചും മക്കയെ കുറിച്ചും അതേക്കുറിച്ചും മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മുന്നൊരുക്കങ്ങളിലേക്ക് കടന്നിട്ടില്ല. ആദ്യം ഇതിന്റെ കുറച്ച് ശ്രേഷ്ഠത മനസ്സിലാക്കുക. അവിടെ പോയൊന്നും പറയാനൊന്നും സമയം കിട്ടില്ല. അവിടെ നമുക്ക് ഹജ്ജിനെ കുറിച്ചാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂട്ടത്തിൽ ഇറക്കി. ഫലമ്മാ കാന സമനു തൂഫാൻ, ഒരു പ്രളയമുണ്ടായല്ലോ, തൂഫാൻ ഉണ്ടായ സന്ദർഭത്തിൽ, ഭയങ്കരമായ വെള്ളപ്പൊക്കമുണ്ടായ സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ ഷരീഫ് നശിപ്പിക്കാതെ റുഫിഅ ഉയർത്തിക്കളഞ്ഞു. ഫലമ്മാ കാന സമനു തൂഫാൻ റുഫിഅ, സമനു തൂഫാൻ റുഫിഅ, തൂഫാന്റെ സമയത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെ അങ്ങോട്ട് ഉയർത്തി. അതിനെ നശിപ്പിക്കാൻ അല്ലാഹു തയ്യാറായില്ല. ഫകാനൽ അംബിയാഉ യഹുജ്ജൂനഹു വലാ യഅലമൂന മകാനഹു, അമ്പിയാക്കളെ പിന്നീട് വന്ന് ഹജ്ജ് ചെയ്തു, പക്ഷേ വലാ യഅലമൂന മകാനഹു, ആ പ്രത്യേകമായ സ്ഥലം അവർക്കറിയില്ലായിരുന്നു. അവർ വന്ന് ഹജ്ജ് ചെയ്തു, എവിടെയായിരുന്നു കഅബ എന്ന് അവർക്കറിയില്ലായിരുന്നു. അള്ളാഹ് എന്ത് ചെയ്തു? ഉയർത്തിക്കളഞ്ഞു. ജലപ്രളയം. പിന്നെ എപ്പോഴാ ഇത് പിന്നെ വീണ്ടും കൊണ്ടുവച്ചത്? ഫബവ്വഅനാഹു ഇബ്രാഹിം, പിന്നീടാണ് നാം ഇബ്രാഹിം നബിക്ക് അതിന്റെ സ്ഥലം നിർണയിച്ചു കൊടുത്തത്. വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇബ്രാഹിം നബിക്ക് ഈ പരിശുദ്ധമായ ഭവനം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം നാം നിർണയിച്ചു കൊടുത്തു. ഫബനാഹു ബിഖംസതി അജ്ബുൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ കഅബ നിർമ്മിച്ചത് 5 മലകളിലെ കല്ലുകൊണ്ടാണ്. ഫബനാഹു ബിഖംസതി അജ്ബുൽ, 5 മലകളിലെ കല്ലുകൊണ്ടാണ് ഈ കഅബയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ചത്. ജബൽ ഹിറാ, ജബൽ ജബൽ സബീർ, ജബൽ ലുബ്നാൻ, ജബൽ തൂർ, ജബൽ ഖൈർ. 5 മലകളിലെ കല്ലെടുത്തിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബ ഷരീഫിനെ പണിതത്. ഒന്ന് ജബൽ ഹിറ, ഹിറ ഗുഹ, അത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. അതൊരു വലിയ മലയാത്, ഒരു വലിയ മലയാണ് ഹിറ. ഗാർ ഹിറാ, ജബൽ ഹിറ, ഹിറായിൽ നിന്നുള്ള കല്ലെടുത്തു. ജബൽ സബീറിൽ നിന്നുള്ള കല്ലെടുത്തു. ലബനാനിലുള്ള ജബൽ, അവിടുന്നും കല്ലെടുത്തു. ജബൽ തൂർ, തൂർസീന പർവ്വതത്തിലെ കല്ലെടുത്തു. ജബലുൽ ഖൈർ, ഖൈറിന്റെ പർവ്വതത്തിലെ കല്ലുമെടുത്തു. ഫബനാഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കഅബയെ പണിതു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫതമത്തഉ മിൻഹു മസ്തതഅതും,
നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ അതിൽ നിന്ന് സുഖം അനുഭവിച്ചു കൊള്ളണേ. ഈ കഅബയിൽ വന്നിട്ട് സുഖം അനുഭവിക്കാൻ. എന്തിനാ സുഖം അനുഭവിക്കാൻ പറഞ്ഞത്? കേട്ടോളി. കഅബ ഷരീഫ് കരഞ്ഞു. കഅബ ഷരീഫ് കരഞ്ഞു. എന്തിനാണ്? ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നൽ കഅബത ലഹാ ലിസാനു വശഫതാൻ, നിശ്ചയം കഅബ ഷരീഫിന് ഒരു നാവും രണ്ട് ചുണ്ടുമുണ്ട്. കഅബ ഷരീഫിന് ഒരു നാവും രണ്ട് ചുണ്ടും. ഇന്നൽ കഅബത ലഹാ ലിസാനുൻ വശഫതാനി, രണ്ട് ചുണ്ടും ഒരു നാക്കുമുണ്ട്, എങ്കിലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വലഖദ് ഇസ്തഖത്, കഅബ ഷരീഫ് ആവലാതിപ്പെടുകയാണ് അല്ലാഹുവിനോട്. ഫഖാലത്ത് യാ റബ്ബി, എൻ്റെ പടച്ചവനേ, ഖല്ല ഉവാദി വഖല്ല സുവാരി, എന്നെ കാണാൻ വരുന്നവർ വളരെ കുറവാണല്ലോ അല്ലാഹ്, എന്നെ തവാഫ് ചെയ്യുന്നവർ, എന്നെ സന്ദർശിക്കാൻ വരുന്ന സന്ദർശകർ കുറവാണല്ലോ അല്ലാഹ്. ഖല്ല സുവാരി വഖല്ല ഉവാദി, എന്നെ മടങ്ങി മടങ്ങി കാണാൻ വരുന്നവരും എന്നെ വല്ലപ്പോഴെങ്കിലും സന്ദർശിക്കാൻ വരുന്നവരും വളരെ കുറവാണല്ലോ, തുച്ഛമാണല്ലോ അല്ലാഹ്. അതുകൊണ്ട് നീ അതിനൊരു പരിഹാരം കാണണം. എപ്പോഴും എന്നെ സന്ദർശിക്കാനുള്ള കുറെ ആളുകളെ നീ എനിക്ക് തരണം തമ്പുരാനെ. കഅബ ആവലാതിപ്പെടുകയാണ്. നമ്മളിവിടെ പിറകെ പോയിട്ട് സീറ്റ് കൊടുത്താൽ വാ ഹാജി ഹജ്ജിന് പോപ്പാ, ഇപ്പൊ ഒന്നും വരാൻ ഒക്കത്തില്ല, പെണ്ണെ കട്ടിക്കണം, വീട് വെക്കണം, കട കിടക്കുന്നു, മോള് പ്രസവിക്കാൻ കിടക്കുന്നു, എല്ലാം കൂടെ കിടക്കും, ഞാൻ ഇപ്പൊ അങ്ങനെ ഹജ്ജിന് വരാം. പിറകെ നമ്മൾ പോയി നടക്കുക, പിറകിന് നമ്മൾ ഹജ്ജിന് കൂടെ നടക്കാൻ പോവാണ്. എന്ത് ചെയ്യാനാ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഅബ വിളിച്ചു പോവുകയാണ്. കഅബ, അല്ലാ ആരുമില്ലേ? അല്ലാ ആരുമില്ലേ? വളരെ കുറവാണല്ലോ, ആളുകളൊക്കെ വളരെ കുറവാണല്ലോ, ആരും വരുന്നില്ലല്ലോ, കസ്റ്റമർ കുറവാണല്ലോ, ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പടച്ചവനെ. ഉടനെ അല്ലാഹു തആല കഅബയുടെ ആവലാതി കേട്ടുകൊണ്ട് പടച്ച തമ്പുരാൻ സന്ദേശം അറിയിച്ചു കൊടുക്കുകയാണ്. ദിവ്യ സന്ദേശം അറിയിക്കുന്നു. ഏ കഅബയെ, നിന്റെ ആവലാതി ഞാൻ കേട്ടു. ഇന്നി ഖാലിഖും ബശറൻ ഖുശഅൻ സുജ്ജദാ, ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന, ഏറ്റവും കൂടുതൽ സുജൂദ് ചെയ്യുന്ന, അല്ലാഹുവിനെ ഭയപ്പെടുന്ന, എന്നെ ഭയപ്പെടുന്ന കുറെ ഭക്തന്മാരെ ഞാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. കഅബേ, അല്ലാഹു കഅബയ്ക്ക് മറുപടി നൽകുന്നു. ആരെ? ഇപ്പൊ നോക്കണം, കഅബയിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ ആരായിരിക്കും? ഖുശഅൻ സുജ്ജദാ, അല്ലാഹുവിനെ ഭയപ്പെടുകയും കൂടുതൽ കൂടുതൽ സുജൂദ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ സൃഷ്ടിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. യഹിന്നൂന ഇലൈക കമാ തഹിന്നുൽ ഹമാമതു ഇലാ ബൈതിഹാ, പ്രാവിൻ കൂട്ടങ്ങൾ അതിന്റെ മാടത്തിലേക്ക് അത് പറന്നു പറന്നു ചെല്ലുന്നത് പോലെ എൻ്റെ അടിമകൾ നിന്റെ വീട്ടിലേക്ക്, നിന്റെ അരികിലേക്ക്, നിന്റെ സവിധത്തിലേക്ക് പറന്നു പറന്നു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നീ ആവലാതിപ്പെടണ്ട കഅബേ. അള്ളാന്റെ മറുപടി, പ്രാവിന്റെ കൂട്ടം അതിന്റെ മാളത്തിലേക്ക്, അതിന്റെ മാടത്തിലേക്ക്, അതിൻ്റെ കൂട്ടിലേക്ക് പറന്നു പോകുന്നത് പോലെ നിന്നെ സന്ദർശിക്കാൻ എൻ്റെ യഥാർത്ഥ ദാസന്മാർ, എന്നെ ഭയപ്പെടുന്ന ദാസന്മാർ, കൂടുതൽ എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്ന ദാസന്മാർ നിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നീ കരയാതെ സുജൂദ് ചെയ്യാനും തവാഫ് ചെയ്യാനും പറ്റുമോ? ഇപ്പൊ പറ്റുമോ സുഹൃത്തുക്കളെ? ഹജറുൽ അസ്വദിൽ ഒന്ന് മുത്താനുള്ള സമയം കിട്ടുമോ? ഒന്ന് പോയി നോക്ക്. TV വെച്ചാൽ കാണാൻ പറ്റുമല്ലോ 24 മണിക്കൂറും. എന്നാൽ നിങ്ങൾ രാവിലെ ഒന്ന് എടുത്തു വെച്ച് നോക്ക്, 3 മണിക്ക് നോക്ക്, 4 മണിക്ക് നോക്ക്, 2 മണിക്ക് നോക്ക്, 24 മണിക്കൂറും തവാഫ്. നമസ്കാരത്തിന്റെ സമയമല്ലാത്ത ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും തവാഫ്.
ഇലൈക കമാ തഹിന്നുൽ ഹമാമത്തു ഇലാ ബൈതിഹാ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഅബ ഷരീഫിനെ കുറിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അല്ലാഹു ഇറക്കിയ കഅബയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേൾക്കിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേൾക്കിൻ. ആ സമയത്തെ കഅബ ഇന്ന് കല്ലൊക്കെ വെച്ചാണല്ലോ നിർമ്മിച്ചിരിക്കുന്നത്. അന്നത്തെ കഅബ എങ്ങനെയാണ്? വൽ ബൈതു യൗമഇദിൻ യാഖൂതത്തിൻ ഹംറാ, ചുവന്ന സ്ഫടികമായിരുന്നു ആ കാലഘട്ടത്തിലെ കഅബ ഷരീഫ്. ചുവന്ന സ്ഫടികം. യറാ മൻ യതൂഫു മൻ ഫിൽ ജൗഫ് വമൻ ഫിൽ ജൗഫി യറാ മൻ യതൂഫ്. കഅബ ഷരീഫിനകത്ത് ആരിരുന്നാലും കഅബയെ തവാഫ് ചെയ്യുന്നവർക്ക്, കഅബയ്ക്കകത്തിരിക്കുന്നവരെ, പുറത്ത് തവാഫ് ചെയ്യുന്നവരെ കാണാം. കഅബയെ തവാഫ് ചെയ്യുന്നവർക്ക് കഅബയ്ക്കകത്തിരിക്കുന്നവരെ കാണാം. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഗ്ലാസ് ഇട്ട മുറി പോലെ അകത്തിരിക്കുന്നവർക്ക് പുറത്തുള്ളവരെ കാണാം, പുറത്തിരിക്കുന്നവർക്ക് അകത്തുള്ളവരെ കാണാം. അന്നത്തെ കാലഘട്ടത്തിലെ കഅബ അങ്ങനെയായിരുന്നു. ഇനി അവിടുത്തെ ഈ റുക്നുൽ യമാനും മഖാമു ഇബ്രാഹിമും, ഞാൻ പറഞ്ഞല്ലോ മഖാമു ഇബ്രാഹിം, റുക്നുൽ യമാനൊക്കെ നമ്മൾ കഅബ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് കഅബയൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഹജറുൽ അസ്വദിന്റെ ഒരു മൂല, ഹജറുൽ അസ്വദ് ഒരു മൂലയിലാണെങ്കിൽ അത് അതിൻ്റെ ബാക്കിലുള്ള മറ്റൊരു മൂലയിൽ ഇരിക്കുന്ന ഒരു സാധനം, ആ ഒരു റുക്കൻ, ആ ഒരു മൂലയ്ക്കാണ് റുക്കൻ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നർ റുക്ന വൽ മഖാമ യാഖൂതത്തും മിൻ യാഖൂതിൽ ജന്ന. ഈ റുക്കൻ എന്ന് പറഞ്ഞ മൂല, ഈ മൂല എവിടുത്തതാ? ഈ കഅബയുടെ ഈ മൂല, ഈ മഖാമു ഇബ്രാഹിം എവിടുത്തതാണ്? മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എവിടുത്തതാണ്? നോക്കണം. അപ്പൊ കഅബ മൊത്തം സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു കൊണ്ടുവന്നതാ. യാഖൂതത്തും മിൻ യാഖൂതിൽ ജന്ന, സ്വർഗത്തിലെ മരതകമാണത്, മാണിക്യമാണത്, സ്ഫടികമാണത്, സ്വർഗത്തിലെ ആയിരുന്നു. അത് ഭയങ്കര തിളക്കമുള്ളതായിരുന്നു. ഈ മഖാമു ഇബ്രാഹിമും ഈ റുക്നുൽ യമാനും അത് ഭയങ്കര തിളക്കമായിരുന്നു, ഭയങ്കര വെളിച്ചമായിരുന്നു. അല്ലാഹു തആല അതിന്റെ രണ്ടിന്റെയും പ്രകാശത്തെ പടച്ചവൻ അണച്ചു കളഞ്ഞു. വലൗലം യത്മിസ് നൂറഹുമാ ലഅളാ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹു എങ്ങാനും അതിന്റെ പ്രകാശത്തെ അണച്ചില്ലായിരുന്നുവെങ്കിൽ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും പ്രദേശങ്ങൾ വരെ അത് തിളങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ആലോചിച്ച് നോക്കി. എവിടെങ്കിലും ദൂരെ പന്ത് കളി നടക്കുമ്പോഴേ മുകളിലത്തെ ആ മെർക്കുറി ലൈറ്റ് കാണുമ്പോൾ ഓ ഉണ്ടോ അവിടെ എന്തോ പണ്ട് നടക്കുന്നു. ലൈറ്റ് ഹൗസ് കടന്നിങ്ങനെ കറങ്ങുമ്പോൾ ഓ അത് ഇവിടെ എവിടെയോ ലൈറ്റ്, ഇവിടെ എവിടെയോ ഉണ്ടത് എന്നൊക്കെ പറയാറില്ലേ. എന്നതുപോലെ പരിശുദ്ധമായ ആ മഖാമു ഇബ്രാഹിമും ആ റുക്നിലും അവിടുത്തെ വെളിച്ചം അള്ളാഹു അത് മായ്ച്ചു കളഞ്ഞില്ലായിരുന്നെങ്കിൽ, ഓഫാക്കിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെയൊക്കെ തിളങ്ങിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ എല്ലാണ്ണും ഹജ്ജിന് 10 ലക്ഷം ആയാലും ആദ്യം എൻ്റെ പാസ്പോർട്ട് കൊണ്ട് കൊടുക്കാൻ തയ്യാറാകും. 10 ലക്ഷം അല്ലെങ്കിൽ 1 കോടി, എനിക്കത് തിളക്കം ഒന്ന് കാണണം. അപ്പൊ അതിനുവേണ്ടി അവർ തയ്യാറാകും. ഹജ്ജിന് വേണ്ടി ഓട്ടോമാറ്റിക് അങ്ങ് തയ്യാറാകും. പക്ഷെ അല്ലാഹു തആല അത് മായ്ച്ചു കളഞ്ഞു. നീ ഹജറുൽ അസ്വദ് എവിടെ നിന്ന് വന്നതാ? ഹജറുൽ അസ്വദ് എവിടെ നിന്ന് വന്നതാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു, നസലൽ ഹജറുൽ അസ്വദ് മിനൽ ജന്ന വഹുവ അശദ്ദു ബയാളൻ മിനൽ ലബൻ ഫസവദതുഹു ഖതായാ ബനി ആദം. ഹജറുൽ അസ്വദ് എന്ന കല്ല്, അസ്വദ് എന്ന കല്ല് അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാണ്. അതിന്റെ നിറം, അതിന്റെ കളറ് വഹുവ അശദ്ദു ബയാളാ,
മിനൽ ലബൻ, പാലിനേക്കാൾ തൂവെള്ളയുള്ളതായിരുന്നു. ഫസവദതുഹു ഖതായാ ബനി ആദം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ, അതായത് നമ്മളെ പോലുള്ളവർ ആ ഹജറുൽ അസ്വദിനെ മുത്തി 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 ചുംബിച്ച് ചുംബിച്ച് അതിന്റെ നിറം മാറിപ്പോയി, വെള്ള നിറം. പാപങ്ങൾ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ആ കല്ല് കറുത്ത കളറായി പോയി. അതാണ് ആ കല്ലിന് കറുത്ത കല്ല് എന്ന പേര് വന്നത്. ഹജറുൽ അസ്വദ്. നേരത്തെ ഹജറുൽ അബിയദ് എന്നാണ് വേണ്ടത്. വെളുത്ത കല്ല്, വെളുത്ത കല്ല് കറുത്ത കല്ലായി മാറി. എന്താ കാരണം? പാവം കൊണ്ടുവന്ന് അതിന്റെ മുന്നിലോട്ടല്ലേ, ഇത് കാന്തവാ ശക്തി. ആ പാപത്തെ ഇങ്ങനെ പിടിച്ചിങ്ങനെ എടുക്കുന്നു, പാവം പിടിച്ചെടുക്കുന്നു. കാരണം ഒരു മനുഷ്യനൊരു പാപം ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി അല്ലാഹ് ഇടുകയാണ്. പടച്ചവൻ അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി ഇടും. അപ്പൊ ഇത് കൊണ്ടുപോയി ആ ഹജറുൽ അസ്വദിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് ചുംബിച്ച്, പടച്ച തമ്പുരാനെ എന്റെ പാവങ്ങളൊന്ന് മാപ്പാക്കണേ അല്ലാഹ് എന്നൊക്കെ നിലവിളിച്ച് കരയുമ്പോ അള്ളാഹു അതങ്ങ് ഏറ്റെടുക്കും. ആ കണ്ണുനീര് വീഴണം. പക്ഷെ കണ്ണുനീര് ഇറ്റിക്കാനൊന്നും സമയമൊന്നും കിട്ടൂല. തെള്ളി തെള്ളി അങ്ങ് മാറ്റിക്കൊണ്ടിരിക്കുക. വേണമെങ്കിൽ ഞാൻ 3 വർഷം അവിടെ പോയി, 3 വർഷം അവിടെ പോയിട്ട് തവാഫ് ചെയ്ത് എല്ലാം ചെയ്ത് അവസാനമായി ഈ പ്രാവശ്യം വരുമ്പോഴാണ് എനിക്കൊന്നും മുത്താനൊരു അവസരം കിട്ടിയത്. 3 വർഷം ഞാൻ അവിടെ പോയി പരിശ്രമിച്ചു. 3 വർഷം എത്രയോ പ്രാവശ്യം പോയി, പറ്റിയില്ല. പിന്നെ നമ്മളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. നമ്മളൊക്കെ ഇവിടുന്ന് പച്ചരിയും പുഴുക്കലരിയും ഒക്കെ തിന്നിട്ട് പോണ ആൾക്കാരാണ്. അവിടെ വരുന്നത് വലിയ വലിയ റൊട്ടിയും ഒട്ടകപ്പാലും ഒക്കെ തിന്നിട്ടുള്ള വലിയ വലിയ ജമഹാലന്മാരാണ് വരുന്നത്. അവർ 24 മണിക്കൂർ ആ ഹജറുൽ അസ്വദിൻ്റെയും ആ മുൽത്തസിമിൽ ഇങ്ങനെ കാണും. പാകിസ്ഥാനികളും ആ കറുപ്പന്മാരും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനെ 2 ചാക്ക് സിമൻറ്റ് 2 കഷത്തിൽ എടുത്ത് വെച്ചുകൊണ്ട് 5 നില കയറുന്നവരാ പാകിസ്ഥാനികൾ. 2 ചാക്ക് സിമൻറ്റ് 100 കിലോ എടുത്ത് അവർക്ക് എന്തോ ചുമ്മാ 2 ലെറ്റർ കൊണ്ടുപോകുന്ന പോലെയാണ്. വേണമെങ്കിൽ ഇവിടെ എടുത്ത് വയ്ക്കും, ഒരെണ്ണം തലയിൽ, അങ്ങനെ കഴുത്തിലെടുത്ത് വെച്ചുകൊണ്ട് പോകുന്നവരാണ് അവർ. എപ്പോഴും അവിടെ കാണും. നമ്മൾ അവരെടുത്ത് പോയിട്ട് ഈ ഉണക്കക്കോഴി നിന്ന് നമ്മളെല്ലാവരും കൂടെ പോയി അവിടെ പോയിട്ട് ഹജറുൽ അസ്വദ് ഉമ്മ വയ്ക്കാമെന്ന് ചെല്ലി നോക്കും. അവൻ ഇങ്ങനെ ഒരു തട്ട് തട്ടിയാൽ പിന്നെ തിരിച്ച് വരുമ്പോൾ അങ്ങോട്ട് 153 പേരുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ 152 പേരേ ഉള്ളൂ ഒരാളവിടെ. കാരണം എന്താ? പിന്നെ തിരിച്ചങ്ങോട്ട് തള്ളി അങ്ങനെ വീണാൽ പിന്നെ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരെയും അവിടെ ഇടിക്കാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ തെറി പറയാനോ തള്ളാനോ എടുക്കാനോ ഒന്നും പോകണ്ട. അതിന് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് നല്ലൊരു പരിഹാരം പറഞ്ഞിട്ടുണ്ട്. ഹജറുൽ അസ്വദ് നിനക്ക് മുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ നീ ഇസ്തിലാം ചെയ്യുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, കൈ പൊക്കി ഇങ്ങനെ കാണിച്ചു ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, മുത്തിയതിൻ്റെ കൂലിയാണ്. അതല്ലാതെ ഇങ്ങനെ ഹാർട്ട് പേഷ്യൻറ്റും ഷുഗർ പേഷ്യൻറ്റും തളർന്ന് വീഴുന്നവരും ഒക്കെ പോയിട്ട് അവിടെ പോയി ഇടി ഉണ്ടാക്കിയിട്ട് അവിടെ കാണാൻ താന്ന് വീണിട്ട് അമീറിൻ്റെ ഹൽക്കിന് പിടിക്കാനും ഈ ഹജ്ജ് ഗ്രൂപ്പുകാരൻ്റെ MD പിടിക്കാനും അറസ്റ്റ് ചെയ്യാനോ നിൽക്കരുത്. അതിന് വെള്ളം ഉണ്ടാക്കാൻ പോകണ്ട. സമയം ഉണ്ടെങ്കിൽ രാവിലെ 3 മണിക്കൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഒഴിവുള്ള സമയമാണ്. ആ സമയത്ത് തവാഫ് ചെയ്യാൻ വേണ്ടി വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഹജറുൽ അസ്വദ് മുത്താനുള്ളൊരു ഭാഗ്യം കിട്ടും. അതിനുവേണ്ടി ഒരുപാട് സമയമുണ്ടല്ലോ. ആ സമയങ്ങളിൽ നിങ്ങൾ പോയി പരിശ്രമിക്കും. അതല്ലാതെ തിരക്കുള്ള സമയത്ത് നമ്മൾ അങ്ങോട്ട് തെള്ളി നിൽക്കാൻ പോകണ്ട. അങ്ങനെ പോയാൽ വലിയ അപകടമായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രത്തോളം വിയർപ്പുള്ള ആളുകളും അഴുക്കുള്ള ആളുകളൊക്കെ വന്ന് മുത്തുന്നു. നമ്മളൊന്ന് മുത്തിയാലും പടച്ചവനെ അതിൻ്റെ മണത്തിനൊരു വ്യത്യാസമില്ല. നല്ല സുഗന്ധമാണത്. അല്ല, കാരണം എന്താ? സ്വർഗത്തിനല്ല കൊണ്ടുവന്നതല്ലേ. എത്ര പേരുടെ പാവം അത് ഏറ്റെടുത്തത്. ആ പാപങ്ങൾ ഏറ്റെടുത്ത് ഹജറുൽ അസ്വദ് നമ്മളൊന്ന് മുത്തിക്കഴിഞ്ഞാൽ നല്ല സുഗന്ധപൂരിതമാണത്. മാഷാ അല്ലാഹ്, വലിയ ബർക്കത്താണത്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുബാറക്കായ ചുണ്ട് ആ ഹജറുൽ അസ്വദിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ലോകത്തിന്റെ ഗുരുവര്യർ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയി. ആ കണ്ണുനീര് ആ ഹജറുൽ അസ്വദിലേക്ക് ഒഴുകി വീണു. ലോകത്തിന്റെ ഹബീബായ തങ്ങളുടെ കണ്ണുനീർ ഹജറുൽ അസ്വദ് ഏറ്റെടുത്തു. നമുക്കും ആ ഒരു ചര്യ പിൻപറ്റണം. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ കാലശേഷം പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെ അരികെ പോയി നിന്ന് ചുണ്ട് അമർത്തിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലയോ കല്ലേ ഇന്നകി ഹജറുൻ ലാ തളറു വലാ തൻഫഉ,
നീ വെറും കല്ലാണ്, കല്ലാണ്, നിന്നെ കൊണ്ടൊരു ഗുണവുമില്ല, നിന്നെ കൊണ്ടൊരു ദോഷവുമില്ല. ലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബൽതുക മാ ഖബ്ബൽതുകി യുഖബ്ബിലുക മാ ഖബ്ബൽതുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ മുത്തുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ മാ ഖബ്ബൽതുകി, ഏ ഹജറേ, നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. മനസ്സിലായോ? വെറും ഒരു കല്ലാണത്. പക്ഷെ ആ കല്ല് ചുംബിക്കാൻ നമ്മൾ കാരണക്കാരായത് എന്താണത്? സുന്നത്തായത് എന്താണ്? നബിതങ്ങൾ ചുംബിച്ചു, അതുകൊണ്ട് നമ്മളും ചുംബിക്കുന്നു. ലോകത്ത് വെച്ച് സ്റ്റോപ്പില്ലാത്ത ഒരു സുന്നത്ത്, അതായത് വിശ്രമമില്ലാത്ത ഒരു സുന്നത്തിന്റെ പേര് പറഞ്ഞാൽ എന്താ പറയാ? സുന്നത്ത്. അതായത് ഓട്ടോമാറ്റിക് നടന്നുകൊണ്ടേയിരിക്കുന്ന സുന്നത്ത്, എപ്പോഴും വർക്കിംഗ് ആണ്. അത് സുന്നത്തല്ലല്ലോ, അത് വർക്കിംഗ് ആണ്. എന്താണ്? ഹജറുൽ അസ്വദിൽ മുത്തുക. അതിന് ഒഴിവില്ല, ചോദിച്ചാ പറഞ്ഞോളി, അല്ലെങ്കിൽ ആരോടെങ്കിലും പോയി ചോദിക്കും. ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സുന്നത്ത്, വിശ്രമമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുന്നത്ത് ഏതെന്ന് ചോദിച്ചാൽ ഹജറുൽ അസ്വദിൽ മുത്തുക എന്നുള്ളതാണ്. വല്ല ഒഴിവുണ്ടോ? ആ TV എടുത്ത് വെച്ച് നോക്കി, ഇങ്ങനെ ഹജറുൽ അസ്വദ് മുത്തുന്നത് കാണാം. വല്ല ഒഴിവുണ്ടോ? നമസ്കാരത്തിന്റെ സമയമല്ലാത്ത ഏതെങ്കിലും ഒരു സമയത്ത് ഒഴിവുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പോ ലോകത്ത് നിലയ്ക്കാത്ത ഒരു സുന്നത്താണത്. കാരണം എന്താ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുബാറക്കായ ചുണ്ടുകൊണ്ട് അതിൽ അമർത്തി ചുംബിച്ചു. അത് നമ്മൾ ഏറ്റെടുത്തു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതാണ്, കല്ലേ, നീ വെറും കല്ലാണ്. എന്റെ ഹബീബായ തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ മാ ഖബ്ബൽതുകി, ഞാനും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അല്ലാഹു തആല ചുംബിക്കാൻ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഹജറുൽ അസ്വദിൽ ഉമ്മ വയ്ക്കാനും നമ്മുടെ കണ്ണുനീരൊലിപ്പിക്കാനും അള്ളാഹു നമുക്ക് അവസരം ഒരുക്കി തരട്ടെ. അത് നബിതങ്ങളുടെ സുന്നത്താണ്. അതിന് വലിയ ഭാഗ്യമാണ്, വലിയ തൗഫീഖാണ്. പണമുള്ളവർക്ക് കിട്ടുന്ന തൗഫീഖൊന്നുമല്ല, ഹള്ളുള്ളവർക്ക് കിട്ടുന്ന ഒരു തൗഫീഖാണത്. ഹള്ള്, ഭാഗ്യം വേണം. സമ്പത്തുണ്ടായത് കൊണ്ട് അവിടെ പോയി ഉമ്മ വയ്ക്കാന്നൊന്നും നോക്കാൻ നടക്കുന്ന കാര്യമേ അല്ല. അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ഓശാരം ഉണ്ടാകണം. പടച്ചവൻ നമുക്കതിനെ നസീബാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജറുൽ അസ്വദ്, ഈ പരിശുദ്ധമായ കഅബ ഷരീഫ്, ഈ അള്ളാഹുവിന്റെ വീട്, ഈ പടച്ച തമ്പുരാന്റെ വീട് കുറഞ്ഞ ഒരു വീടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ആയസ് ഏറിയാൽ 60-70. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഅമാറു ഉമ്മത്തി മിന 60 ഇലാ 70. എന്റെ ഉമ്മത്തികളുടെ വയസ്സ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ 15 വയസ്സ് വരെ അല്ലാഹു തആല നിനക്ക് കൺസെഷൻ ചെയ്ത് മാറ്റും. പ്രായപൂർത്തി എത്തുന്നവരെ നീ നിസ്കരിച്ചില്ലേ കുഴപ്പമില്ല, 15 വയസ്സ് മാറ്റും. 60 വയസ്സ് വരെ ജീവിക്കാൻ ഒരുവന് തൗഫീഖ് കിട്ടുകയും പ്രായപൂർത്തി എത്തിയത് മുതൽ 60-ാമത്തെ വയസ്സ് വരെ അവൻ ഒരു വഖത്ത് നമസ്കാരം പോലും മുടക്കാതെ നമസ്കരിച്ചാൽ അവൻ മൊത്തം ടോട്ടലായി നമസ്കരിച്ച നമസ്കാരം 1,375 വഖത്താണ്. 55 വർഷം കൊണ്ട്, അതായത് റിട്ടയർ ചെയ്യുന്ന സമയം നീ നമസ്കരിച്ച വഖത്ത് എത്ര? 1,375. 55 വർഷമായിട്ട് അത്രേ നിസ്കരിച്ചുള്ള, അത്രേ ഉള്ളൂ. എന്നാൽ ഈ 1,375 നമസ്കാരത്തിന് നിനക്ക് പള്ളിയിലാണെങ്കിൽ 27 ദറജ വെച്ച് കൂലി കൂട്ടാം. എന്നാലോ 45 ലക്ഷമോ 50 ലക്ഷമോ നിനക്ക് കൂലി കിട്ടിയേക്കാം. മറിച്ച് അള്ളാന്റെ ഭവനമായ പരിശുദ്ധമായ കഅബ ഷരീഫിൽ ഒരു വഖത്ത് ജമാഅത്തായി നീ നമസ്കരിച്ചാൽ 27 ലക്ഷം ദറജയാണ് അള്ളാഹു എഴുതുന്നത്. എത്ര ലക്ഷം? 27 ലക്ഷം ദറജ. 55 വർഷം
കണ്ണനല്ലൂർ പള്ളിയിൽ നിസ്കരിച്ചാൽ, ചിന്നക്കട പള്ളിയിൽ നിസ്കരിച്ചാൽ എത്ര കിട്ടുക? 1,00,000 ചില്ലുവാനോ എന്ന് പറ. ഒന്ന് ചില്ലറ 2,00,000 റുപ്യ മുടക്കി കഅബ ഷരീഫിൽ വന്ന് ഒരു വഖത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന ആദ്യത്തെ അക്കൗണ്ടിൽ വീഴുന്ന എത്ര? 27 ലക്ഷം. ഒരു വഖത്ത് ഇമാമം ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ കിട്ടുന്നത് 27 ദറജ. ഇവിടെ വേറെ ലോക്കൽ 27. പക്ഷെ കഅബ ഷരീഫിൽ വന്ന് ഒരു റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ, ജമാഅത്തായിട്ട് ഒരു വഖത്ത് നിസ്കരിച്ചാൽ 27 ലക്ഷം ദറജ. ഇവിടെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ഒരു സവാബ്, കഅബ ഷരീഫിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000